അപ്പോൾ ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി നല്ലതുപോലെ ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിന് ശേഷം നല്ലതുപോലെ തന്നെ ഉടച്ചെടുക്കണം. ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാത്ത വിധം നന്നായിട്ട് തന്നെ പുഴുങ്ങിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അപ്പോൾ മുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയും ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. മല്ലിയില കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. അപ്പോൾ ഗരം മസാലയ്ക്ക് പകരം നമുക്ക് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂണാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. പിന്നെ 1 മുട്ടയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. 1 മുട്ട തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർക്കേണ്ടത്. 1/2 കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ മൈദയും ചേർക്കാം. ഞാൻ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഗോതമ്പ് പൊടി എടുത്തതേ ഉള്ളൂ. അപ്പോൾ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്തു. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇത് കൈവച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിലോട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ മുട്ടയുടെ ഈർപ്പവും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഈർപ്പൊക്കെ മതി നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് കുഴച്ചെടുത്തു. ഇതുപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി നമുക്കിതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മാവ് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു റൗണ്ട് ഷേപ്പിലേക്ക് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കൈവച്ച് തന്നെ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്കിത് ആക്കിയെടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്കിത് ചപ്പാത്തി കോല് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കാന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് കനം കുറയ്ക്കൊന്നും വേണ്ട, കുറച്ച് കട്ടിയിൽ തന്നെ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കത്തി ഉപയോഗിക്കാം, അല്ലെങ്കിൽ പിസ്സ കട്ടർ വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കത്തിയായാലും പിസ്സ കട്ടറായാലും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ തടവിന് ശേഷം വേണം നമ്മളിത് കട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കത്തിയിലൊക്കെ ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കും. ഞാൻ നേരത്തെ തന്നെ എണ്ണ തടവി വെച്ചതാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ പീസസും പതുക്കെ ഒന്ന് വിടിച്ചെടുക്കാം. ഇതുപോലെ ഓരോ പീസസും നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഇനി നമുക്കിതൊരു പാനിലേക്ക് മാറ്റാം. നമ്മൾ ഏത് പാനിലാണോ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ആ പാനിലേക്ക് നേരത്തെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് വെക്കാം. അപ്പോൾ നമ്മളിത് സ്റ്റൗവിൽ വെച്ചിട്ടില്ല. സ്റ്റൗവിൽ വെക്കുന്നതിന് മുമ്പായിട്ട് വേണം നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. ഓയിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് ശേഷം ഈ പീസസ് ഓരോന്നായിട്ട് ഇതുപോലെ ഈ പാനിൽ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരേ സമയത്ത് വേവും. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ആദ്യം തന്നെ സെറ്റ് ചെയ്തതിന് ശേഷം സ്റ്റൗവിലേക്ക് വെക്കുന്നത്. അപ്പോൾ ഓരോ പീസസും ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൗവിലേക്ക് വെക്കുമ്പോഴും ഒരുപാട് തീ കൂട്ടിയൊന്നും വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നാലേ ശരിക്കും ഇതിൻ്റെ അകത്തൊക്കെ വെന്ത് വരുള്ളൂ. ഒട്ടും തന്നെ തീ കൂട്ടി വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, തുറന്ന് തന്നെ വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റായി ഇത് വെച്ചതിന് ശേഷം ഇതുപോലെ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി ഇത് കുക്കാവണം. നല്ലതുപോലെ കുക്കായതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഇതായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ക്രിസ്പി ആയി തുടങ്ങി. ഇനി നമുക്ക് പതുക്കെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ എല്ലാ പീസസും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് കട്ട് ചെയ്തേയും മുഴുവനായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ ശരിക്കും നല്ലതുപോലെ എല്ലാ സൈഡ്സും വെന്ത് കുക്കായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കട്ട് ചെയ്ത് വെക്കുന്നത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സൈഡ്സൊക്കെ കണ്ടാൽ മനസ്സിലാവും നല്ലതുപോലെ ഒന്ന് ക്രിസ്പിയായി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ സൈഡ്സും ഇതുപോലെ നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫാക്കാം. ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, സ്നാക്കായിട്ടൊക്കെ കഴിക്കാം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്